ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നണ്ട കേട്ടോ. നമ്മൾ വളാഞ്ചേരി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ്. നമ്മുടെ കണ്ണാടി ഇതാ ഇവിടെ വെച്ചിട്ടില്ല, ചുമരിൽ വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ടാവുമ്പോൾ നമുക്ക് കണ്ണെഴുതി പൊട്ട് തൊടാനൊക്കെ സുഖമാണ് കേട്ടോ. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതുണ്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് ആണ് ഇപ്പോൾ നമ്മുടെ കണ്ണെഴുതി പൊട്ട് തൊടലൊക്കെ മുടി ചീകലൊക്കെ. പക്ഷെ രസമാട്ടോ, ഒന്നുകണേക്കാളും സുഖം ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷെ നമുക്കത് തൂക്കണം കേട്ടോ. തൂക്കാൻ അതിൻ്റെ ബാക്കിൽ നനഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലേ, അപ്പോൾ അതൊന്നും ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിൻ്റെ കൂടെ അവൾക്ക് എക്സാം ഇല്ല, ഇന്നും നാളെയും ലീവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് വളാഞ്ചേരി പോകണം. അല്ലറ ചില്ലറ അൽക്കുലത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ. ചായ ഞങ്ങൾ ഇവിടുന്ന് ഒരു തട്ടിപ്പും തരികിടയിലൊരു ചായയൊക്കെ കുടിച്ചു, ദോശയും ചായയൊക്കെ കുടിച്ചു. കണക്കുട്ടി ചായയൊക്കെ കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. അപ്പം ഇനി ഇവിടെ മുതലായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളാഞ്ചേരി പോയിട്ട് വരാം. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര നേരത്തേക്കാന്ന് അറിയില്ല. നമുക്കാണെങ്കിൽ എന്താ പറയുക, അത് അലക്കിയിടാൻ വേണ്ടിയിട്ടുണ്ട് കുറേ. എത്ര നേരത്തേക്കാണ് വെയിൽ എന്നുള്ളതാണ് ഐഡിയ ഇല്ലാത്തത്. അതായത് നമ്മൾ വളാഞ്ചേരി പോയിട്ട് വരാം. ഓക്കെ, കഴിഞ്ഞില്ലടാ. ഞാനിന്ന് ഇങ്ങനെയാണ് കേട്ടോ മുടി ചീന്തിയിട്ടുള്ളത്. ബാക്കിലേക്ക് ചീന്തുമ്പോൾ ഒന്നാമത് എനിക്ക് നെറ്റി കൂടുതലുണ്ട്. തറവാടി എന്താണ് മറ്റേ ഇതിൽ ബ്ലോഗിൽ പറഞ്ഞ പോലെ തറവാടി തോന്നാണ് അതിന് പറയുന്നത്. ആ ഒരു വർഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഇതിലില്ലേ നെറ്റി കൂടുതലുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യും. അപ്പം ഞങ്ങൾ ഫോട്ടോ ചെയ്താൽ പൂച്ചിട്ട് എവിടെയൊക്കെ കണ്ണാടി ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ ആയിരുന്നു ഇത്ര നേരം. അപ്പം നമുക്ക് പോയിട്ട് വരാം. വായോ വായോ. അല്ല, ചില ഭാഗങ്ങളിലൊരു ക്ലിയർ ഉണ്ട് ഇതിന്. ഇവിടുന്ന് കുറച്ചധികം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് കുളമംഗലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ വലിയ വെയിലും കാര്യങ്ങളും ഇല്ല, ഇടയ്ക്കൊരു വെയിൽ വരും, പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് മങ്ങും. അതുകൊണ്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് സുഖമായിരുന്നു. ഇതാണ് നമ്മുടെ പാടം, കുളമംഗലത്തെ. ഈ ഒരു പാടത്തിൻ്റെ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോ കയറി നേരെ വളാഞ്ചേരിയിലേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ വളാഞ്ചേരി സ്റ്റാൻഡ് കേട്ടോ. ഇന്ന് 2-3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്കം പടിയിട്ട് പോയാലും മതി, പെട്ടെന്ന് ചെയ്ത് തീർത്ത് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സാവധാനം ഓരോ കാര്യങ്ങൾ ചെയ്തിറങ്ങുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയൊക്കെ പോയിട്ട് ഭയത്തിന് കൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മൂക്കുത്തി വാങ്ങാൻ വേണ്ടിയിട്ട്, മൂക്കുത്തി എപ്പോഴും എനിക്ക് മൂക്കുത്തി എന്നാകുമോ വരിക, മൂക്കുത്തി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവറിൻ്റെ കടയിൽ കയറിയതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ മൂക്കുത്തി വാങ്ങാറ്, സിൽവറിൻ്റെ ആണ് കേട്ടോ ഞാൻ മൂക്കുത്തി എപ്പോഴും ഇടാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ 10 രൂപയുടെ 20 രൂപയുടെയൊക്കെ വാങ്ങുമ്പോൾ പെട്ടെന്ന് നാശമാവും. ഇതാകുമ്പോൾ ഒരുപാട് നിൽക്കും കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തിരിച്ച് നമ്മൾ മാസിൽ കയറി. പൂജയ്ക്ക് ഓണം സെലിബ്രേഷൻ്റെ 2-3 സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇട്ട വളല്ലേ നമ്മുടെ ഗോൾഡൻ്റെ ഈള് വള, എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ മേടിച്ചില്ല, പൂജിട്ട് മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലെത്തി. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഏട്ടൻ്റെമാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു ഏട്ടൻ്റെ കടയിൽ നിന്ന് അടുത്തുനിന്ന് നമ്മൾ മീൻ മേടിച്ചു. മാന്തളായിരുന്നു കേട്ടോ, നല്ല കുഞ്ഞു മാന്തള, പക്ഷേ ഫ്രഷ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുദ്ര പേപ്പർ മേടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു കേട്ടോ, കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് അതും മേടിച്ചിട്ട് കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതിന് പോയി. ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റെ ഫോട്ടോസ്, കുറച്ച് ഫോട്ടോ കോപ്പി ഞാനൊരു കുട്ടി എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. മീനൊക്കെ ഉണ്ടല്ലോ, ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വളാഞ്ചേരി പോയി വന്നു, ഡ്രസ്സൊക്കെ മാറി. ഞാൻ അവിടെ യൂണിഫോം ഇട്ടു കേട്ടോ. ഒരു വെള്ളം കരക്കട്ടെ, നല്ല ദാഹമുണ്ട്. ലൈം ഉണ്ടാക്കാം, നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അല്ലേ കുഞ്ഞിട്ടേ? അയ്യോ, ഇതൊരു ദാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണ് കേട്ടോ. അന്ന് നല്ല വെയിലുണ്ട്. പക്ഷെ ഞാൻ തലക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തോട്ടിൽ പോയാൽ കരിയും, നമ്മൾ കരിയും. അതൊക്കെ പോണ്ട, വൈകിട്ട് പോവാം. എന്നിട്ട് തിരുമ്പിയിട്ട് അഴല് കെട്ടാണ്ട്. ഇന്ന് കുറേ പണികളുണ്ട് കേട്ടോ. അതിൽ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആൾ വേണമായിരുന്നു. അതാ പിന്നെ ഇന്നലെ ഇന്നും ഞാൻ കെട്ടാണ്ടിരുന്നത്. എനിക്ക് വേണ്ടിയാട്ടോ അതിലൊക്കെ കുത്തിപ്പിടിച്ച് കയറിയിട്ട് ഓണാണ്ടത്തേക്ക് കയ്യോ കാണിഞ്ഞിരിക്കണ്ടല്ലോ. നമുക്ക് പൂജട്ടീനെ അങ്ങോട്ട് കയറ്റാൻ. അല്ല കേട്ടോ, കയറൊന്നും വേണ്ട, പിടിച്ചെന്നാ മതി. എന്നിട്ട് 2 ദിവസത്തെ തിരുമ്പാൻ, അതാണ് ഒരു തലവേദന. ഈ തിരുമണ കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. പൂജിപ്പിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. കോഴിയൊക്കെ നേരം എടുത്തിട്ടുള്ളൂ. ഇത് കലക്കി പിടിച്ചിട്ട് നമുക്ക് വേഗം മീൻ ഉണ്ടാക്കാൻ അല്ലേ.
പൂച്ചക്കുട്ടന്മാരെ കണ്ടില്ലല്ലോ. മറ്റേ ഇന്നലെ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നടാ. എപ്പോഴോ പോയിച്ചിട്ടാ കൊറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ തുറക്കുമ്പോ ഉണ്ടായിരുന്നു എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാതും രണ്ടെണ്ണം. പിന്നെ കറുപ്പിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാ. അപ്പോഴേക്കും അത് വിറച്ച് ഒരു മാതിരി സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അത് നല്ല ഉപദ്രവിക്കും തോന്നുന്നു. പിന്നെ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഭർത്താക്കന്മാരെ കണ്ടത്ര പേടിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണാം. പൂച്ചയായിരുന്നു. പൂച്ചയ്ക്കും ഭയങ്കര പേടിയാ. ഇവിടെ ചാരി വന്നിട്ടേ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. കുട്ടി പാത്രം കേട്ടിട്ട് അവിടെ തുടച്ചിട്ടില്ലല്ലോ. അതാണ് ഞാൻ അങ്ങനെ ചാരിയില്ല ഇവിടെ. അന്ന് ഇവിടെ തുടച്ചിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. സാരമില്ല. ഇപ്പൊ മീൻണ്ടാക്കിയിട്ട് കുളിക്കാനുള്ളതല്ലേ. മധുരം കുറച്ച് കുറവാ. എന്നാലും കലങ്ങാൻ ഒരു സമയം ഉണ്ടാവില്ല. എത്ര ഒരു ഗ്ലാസ് കൂടെ മതിയാ? ഇനി ഇത് ഫ്രിഡ്ജിലേക്കാം. കണ്ണക്കുട്ടി നട്ട് വെച്ച വെയിലുണ്ടാവില്ല. പാല് കൊടുക്കാം. നമുക്ക് കുടിക്കണ്ട ഇതിനകത്ത്. ഇനി നമുക്ക് വേഗം ബീവി ഉണ്ടാക്കാതിരിക്കാം കേട്ടോ. കറി നമുക്ക് ഇപ്പൊ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ കറിയും ചിക്കൻ്റെ ഒക്കെ എഴുതി കേട്ടോ. ഞാൻ മീനൊക്കെ ആക്കി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റാം. വേണമെങ്കിൽ 4 വറക്കണമെങ്കിൽ വറക്കാം. അല്ലേ മുന്ന? വൈകുന്നേരം കറിയുടെ പരിപാടി നോക്കണുള്ളൂ. ചിക്കൻ ഇല്ലേ ഇന്നലത്തെ? ഉണ്ട്. അത് ഉച്ചാകുമ്പോഴേക്കുള്ളത് ഉണ്ട്. കറിയും ചിക്കനും ഉണ്ട്. അപ്പൊ വൈകിട്ട് നോക്കാം. എന്താ രാത്രിക്ക് നോക്കാൻ നമുക്ക് അല്ലേ കാര്യങ്ങളും. മീൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചരിഞ്ഞാൽ തോട്ടിൽ പോവാം. തോട്ടിൽ പോയി കുളി കഴിഞ്ഞ് വന്ന് പിന്നെ മീൻ ഉണ്ടാക്കാൻ പാടാം. ഇപ്പോഴാണെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് ആക്കി വെച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ. അതാണ് കേട്ടോ. ഇതൊന്ന് മീൻ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. നല്ല മാന്തള കേട്ടോ. അടിപൊളി മാന്തള. ചിലത് റോട്ടുണ്ട്. എന്നാലും ഇങ്ങനെ പഞ്ഞിയുള്ള മാന്തള നല്ല ടേസ്റ്റ് ആയിരിക്കും മുളകിടാൻ വേണ്ടി. മുളകിടാം അല്ലേ? അരച്ച് കറി വെച്ച് പൂച്ചക്കൂട്ടന്മാരൊന്നും കാണാനുമില്ല. ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ചീനിമുളകിന്റെ മരം ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അയ്യോടാ, ഞാനിന്ന് കാര്യമായിട്ട് പോയത് കുറച്ച് വിത്ത് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ. അത് വാങ്ങണം. ആവശ്യമുള്ള സാധനം ഞങ്ങൾ വാങ്ങിയില്ല. ഇഞ്ചി വെളുത്തുള്ളി വാങ്ങാണ്ടായിരുന്നു. അതൊന്നും വാങ്ങാതെ ഞങ്ങൾ പോയാ അങ്ങനെ. ഞാൻ പോകുമ്പോ തന്നെ മോളോനോട് പറഞ്ഞതാ. അല്ലല്ല, ഞാൻ പോകുമ്പോഴേ പറഞ്ഞത് ആവശ്യമുള്ളതൊക്കെ എന്താന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ എന്ത് തണുപ്പാ. ാണ് എപ്പോഴെങ്കിലും ഒരു തക്കാളിയോ മുളകൊക്കെ കിട്ടുമ്പോൾ മത്തന കുമ്പളങ്ങിയാവും അല്ലേ. കാര്യമൊക്കെ പറഞ്ഞ് മീൻ ഉണ്ടാക്കുന്ന തകൃതിയിലാണ് കേട്ടോ. അവിടെ ഇരുന്ന് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രസം. നമ്മളിവിടെ ഷീറ്റ് ഇട്ട കാരണേ വെയിലും ഇല്ല, മഴയാണെങ്കിൽ കൊള്ളുമില്ല, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളാഞ്ചേരി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും മെയിനായിട്ടുള്ള 2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മറക്കും. ഇന്ന് പറഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ 2 മന്തോളും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. നോട്ട് ചെയ്ത് പോയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു വരും കേട്ടോ. എന്താണെന്നറിയില്ല, അത് അങ്ങനെയാണ്. അങ്ങനെ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് അവിടെ ദൂരെ കൊണ്ടുപോയിട്ട് അതിൻ്റെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കുകയാണ്. പൂച്ചമ്മൾ വേഗം വന്നിട്ട് അതിൻ്റെ തലയും വാലൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വേസ്റ്റ് അവിടെ കിടക്കൊന്നുമില്ല. 3-4 ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി ഇവിടെ നിൽക്കണു.
ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് നല്ലോണം കഴുകിയെടുക്കാം. പുറത്തുനിന്ന് കഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ കഴുകിയിട്ട് പിന്നെ അവിടെ ഷാമ്പൂ ഇട്ടിട്ട് അങ്ങോട്ട് കഴുകിയിടും കേട്ടോ, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല കുഞ്ഞ് മാന്തളാണെങ്കിലും ഫ്രഷാണ്. അങ്ങനെ ഒരു പിങ്ക് കളറുള്ള മാന്തളായിരിക്കും ഫ്രഷ് ആയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതൊരു പനിഞ്ഞിലും കൂടെ പോകുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക് നല്ല ഏതാ പൊട്ട ഏതാണ്. അപ്പോൾ നല്ലതാണ്. ഞാൻ വിചാരിച്ചു മുളക് ഇടാന്ന്. മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. നാളികേരം അരച്ച് വയ്ക്കണേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇവിടെ മുളകിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും ഒക്കെ നമ്മൾ നാളികേരം അരയ്ക്കാറുമുണ്ട്, വറുത്തരച്ച് കറി വയ്ക്കാറുമുണ്ട് കേട്ടോ. മിക്കതും മുളകും പുളി ഇടുകയാണ് ഉണ്ടാവാറ്. ഇന്ന് നമ്മൾ മുളകും പുളി ഇടാമെന്ന് വിചാരിച്ചു. നല്ല വറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും കുറച്ച് ചാറോട് കൂടെ ഉണ്ടാക്കാം, 2 നേരത്തിൽ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പം നമുക്ക് തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളി കഴിഞ്ഞൊരു സമാധാനമായിട്ട് നിൽക്കാമല്ലോ. മറ്റേത് അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലെല്ലാം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മീൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് മടിയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെച്ചു. വൈകിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ കറണ്ടിൻ്റെ ഒരു അയ്യരുകളെയാണ് കേട്ടോ. പോകിൻ്റെ 2-3 ദിവസമായിട്ട് തന്നെയാണ്. ഫോണിൽ ചാർജ് ആണെങ്കിൽ ഇല്ലേ ഇനി. എന്തായാലും ഇന്നും ലൈവിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. ഞാൻ അയൽ കെട്ടാമെന്ന് വിചാരിച്ചു. അഴയ്ക്ക, അയൽ, നമ്മൾ തുണി വിരിച്ചിടുന്ന സാധനം, ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ. നമ്മളിവിടെ അയൽ എന്ന് പറയും, അഴയ്ക്ക എന്ന് പറയും. അപ്പോൾ അഴയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കെട്ടുകയാണ്. നമ്മൾ അയൽ കെട്ടിയിട്ട് അവിടുന്ന് ഇവിടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയറിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ സെറ്റ്. മഴ കൊള്ളാതെ കുറച്ച് ഇവിടെ ഇടാം, മഴ കൊണ്ടിട്ട് കുറച്ച് അടിക്കാം, വെയിലത്ത് അവിടെ ഇടും. വരും ഗൈസ്, വരും. അത് പുറത്തേക്ക് ഇട്ടാ നോക്കട്ടിതാ. നമുക്കിന്ന് 5:30 മണി 6 മണി വരെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം തോട്ടിൽ പോയി തിരുമ്പി കുളിച്ച് വന്നിട്ടാണ് കറണ്ട് വന്നത്. അത് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് തച്ചിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് നമുക്ക് ഇന്നലത്തെ കറി എന്തായിരുന്നു, ചിക്കനും ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചക്കത്തെ കാര്യങ്ങൾ കുശാലായി. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ മാതൃ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മുളകിടുകയും ചെയ്യാം, വറക്കുകയും ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ലൈവ് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ കൂടെ ഒരു എന്താ പറയുക, ഇന്നും ഇന്നലെയായിട്ട് ഭയങ്കര ചടപ്പ് ദിവസമായിരുന്നു. ഇനി നാളെ എന്താവും അറിയില്ല. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈഫൈയും കിട്ടില്ല, ഫോണിൽ ചാർജ് ചെയ്യില്ല. ഒരു ഫോണല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തു, ഇന്ന് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ ഇന്ന് ലൈവും പോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. നമ്മൾ മുളക് ഇടാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ നാളികേരം ഇറക്കിനേക്കാട്ടിലും ഇത്തിരിയും കൂടി ടേസ്റ്റ് മുളക് ഉണ്ടാവും. പക്ഷെ നല്ല മാന്തളാണ് കേട്ടോ. ഫ്രഷാണ് കണ്ടാൽ തന്നെ അറിയുന്നേ. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. പാകത്തിന് നീ വറക്കാനുള്ളതിലേക്ക് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കൈ വെച്ചിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കാം. ഇത് നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി ഞാൻ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ടുകൊണ്ട് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. പിഴിഞ്ഞൊന്നും വെച്ചില്ല കേട്ടോ. നമ്മൾ പിഴിഞ്ഞിട്ട് ഒഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ നല്ല ഇളക്കിയിട്ട് പാകത്തിന് ഗ്രേവിക്ക് ആക്കി കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ചുകൂടി. ഇനി നാളെ കറണ്ട് ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈവ് കൊള്ളാണ് കേട്ടോ. വീഡിയോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യണം. നമ്മുടെ വൈഫൈ അവിടെ ആവില്ല, അവിടെ നിന്ന് മാറ്റി കിട്ടിയിട്ടുണ്ട്. അത് കാരണം ആകെക്കൂടെ ഒരു കഥയാണ്. ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിടാം. അവിടെ നമുക്ക് ഇപ്പുറത്ത് വറക്കാൻ വെക്കാം കേട്ടോ. ആ സമയം വെറുതെ വേസ്റ്റ് ആവും. ചട്ടി ചൂടാവട്ടെ. കറി കറിക്കാൻ വെച്ച് ചെയ്യട്ടെ കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഉപ്പേരി കാര്യം നോക്കാൻ ഇപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കില്ല, നാളെ ഉണ്ടാക്കാൻ വിചാരിച്ചു. മീൻകറി മീൻ മൊത്തം മതിയല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ബാക്കി കാണാം.
മീനിൻ്റെ അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. മീനിൻ്റെ അരപ്പല്ല, മീൻ കറിയുടെ അരപ്പ് തിളയ്ക്കുന്ന സമയം കൊണ്ട് മീൻ അങ്ങോട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് പെറുക്കി ഇട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിലല്ലേ ഞാൻ പറയണമെന്ന് വിചാരിക്കണ വേറെ, എൻ്റെ നാവിൽ വരുന്നത് വേറെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അരപ്പ് അങ്ങോട്ട് കിടന്ന് തിളയ്ക്കട്ടെ. മീൻ നമുക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാൻ വേണ്ടി. ഇങ്ങനെ മുരുന്തൻ ഇവിടെ പൂജട്ടിക്കും എനിക്കിതും വല്ലാണ്ട് അങ്ങോട്ട് മൂക്കണത് ഇഷ്ടമല്ല കേട്ടോ. നമുക്കിങ്ങനെ നുള്ളി തിന്നാൻ വേണ്ടിയിട്ട് പറ്റണം. കണ്ണൻകുട്ടിക്കൊക്കെ നല്ലോണം മൂത്തിങ്ങനെ കറുമുറുന്നനാവണം മീൻ. അപ്പോൾ അങ്ങനെ 2 വിഭാഗക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഒരു ട്രിപ്പ് അങ്ങനെയും ഒരു ട്രിപ്പ് ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് വറക്കാം. മീൻ്റെ അരപ്പ് തിളച്ച് ഇങ്ങനെ കുറുകി വന്ന സമയത്ത് മാതളൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാതളിന് വേവാൻ വേണ്ടിയിട്ട് വലിയ താമസമൊന്നുമില്ല കേട്ടോ. 2 തളയിൽ അങ്ങോട്ട് വെന്തോളും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുള്ളിയിൽ വേണമെങ്കിൽ വറുത്തിടാം, ഇല്ലെങ്കിൽ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യണത്. മീൻ കണ്ടില്ലേ, ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ അങ്ങോട്ട് ആവട്ടെ കേട്ടോ. രാത്രി ആയിട്ടുണ്ട്, എല്ലാവർക്കും കാര്യമായിട്ട് വിശന്നിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ നമ്മൾ കഴിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തോട്ടിൽ പോയി തിരുമ്പി കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ തിരുമ്പി വന്നു. എന്നിട്ട് അതൊക്കെ തോരട്ടു, വിളക്ക് വെച്ചു. നമ്മുടെ പഴയ വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോൺ ഓഫ് ആയിരുന്നു കേട്ടോ. പിന്നെ കറണ്ട് വന്ന് ചാർജ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങിയത്. മറ്റതിൻ്റെ വീഡിയോ എങ്ങും എത്താതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ വേഗം ചാർജ് ആക്കിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു ട്രിപ്പ് വറക്കൽ കഴിഞ്ഞിട്ട് 2ാമത്തെ ട്രിപ്പ് കൂടെ ഇട്ട് കൊടുത്തു. എനിക്കിങ്ങനെ മസാല കുറച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം മീൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനതൊരു ഹാഫ് വേവിൽ മൂപ്പിച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കും. എന്നാലും വലിയ കുഴപ്പമില്ല, പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ എന്താ പറയുക, തപ്പ് കാച്ചി വയ്ക്കുക എന്നൊക്കെ പറയും പണ്ടുള്ളവരൊക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കി വയ്ക്കും. അല്ലാണ്ട് എനിക്ക് മസാല കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആ മീനിനെ പിന്നെ കഴിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കണ്ണൻകുട്ടിക്ക് നേരത്തെ അങ്ങോട്ട് ഫുഡ് കൊടുക്കും. അവന് വിശന്നിട്ട് ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്ത്, ഉള്ളി മൂപ്പിക്കണമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്താ വെച്ചാൽ നമ്മളിതിനകത്തേക്ക് ധാരാളം ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരം കൂടെ ചതച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയുള്ളിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളകും തക്കാളിയൊക്കെ കൂടെ ആയിട്ട് മുളകിട്ടതല്ലേ. അപ്പോൾ പിന്നെ ചെറുള്ളിയിൽ അങ്ങനെ വറുത്തിടണം നിർബന്ധമൊന്നുമില്ല. വറുത്തിട്ട വേറെ ടേസ്റ്റ് ആണ്. ഇനി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കണ്ണൻകുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിനിടയിൽ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ അടുക്കളയിലെ കലാപരിപാടികളാണ്. എല്ലാവിധ പാത്രങ്ങളും കഴുകി ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ഡോറ അങ്ങോട്ട് തുറക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി അങ്ങോട്ട് കയറും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ദിവസം നമ്മുടെ കിച്ചണിൽ എനിക്ക് അറിയില്ല കേട്ടോ, അങ്ങനെ ഓർമ്മയില്ല. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇടാറില്ല. എത്ര വയ്യെങ്കിലും അടുക്കള ഞാൻ എങ്ങനെയെങ്കിലും വൃത്തിയാക്കിയിട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങൾ എനിക്ക് വയ്യെങ്കിൽ അവിടെ കിടന്നോട്ടെ ഒരു നേരം എന്ന് വിചാരിക്കും. പക്ഷേ അടുക്കള ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങനെയും വൃത്തിയിലാണ് ഞാൻ നോക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. നമ്മൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ആവശ്യമില്ലാത്ത കുറേ അലുമിനിയം പാത്രങ്ങൾ നമ്മുടെ ഈ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എനിക്കൊരു സ്റ്റാൻഡ് മേടിക്കണം നമ്മുടെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടില്ല. ആ സ്മെല്ല് മാറാണ്ട് എനിക്ക് എന്തോ ഒരു തൃപ്തി കിട്ടണില്ല. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള പാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒന്ന് മേടിക്കണം എന്നുണ്ട് കേട്ടോ. അറിയില്ല, നമുക്ക് നോക്കാം, മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കാം. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിച്ചണിൻ്റെ ഈ കബോർഡും സ്റ്റൗവും ഒക്കെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നാൽ പിന്നെ വലിയ ആ എണ്ണ നമ്മൾ പൊരിച്ചതിൻ്റെയും കറി വെച്ചതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോൾ എല്ലായിടും അങ്ങോട്ട് തുടച്ച് ഇതിലൊക്കെ ഞാൻ ഷാമ്പു ആക്കിയിട്ടാണ് കേട്ടോ തുടങ്ങി. അപ്പോൾ പിന്നെ പ്രത്യേക ഒരു സ്മെല്ല് വരും. പിന്നെ ആ ജനലിൻ്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മഞ്ഞ സംഭവം കണ്ടോ, അത് നമ്മുടെ ലെമണിൻ്റെ ഫ്ലേവർ ആട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ല് വരും. ഇത് അടച്ചിട്ട് ഇങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കാപ്പറ സ്മെല്ലിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുഞ്ഞതല്ല, ഇത്തിരി കുഞ്ഞ് വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് കേട്ടോ. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പൊട്ട കമൻറ്റ് എന്നല്ല, നെഗറ്റീവ് അല്ല കേട്ടോ. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയല്ല, ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ പറയാം കേട്ടോ. അല്ലാതെ നല്ല വശം മാത്രം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വേറെ വൾഗറായിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാണ്ടിരുന്നാൽ മതി. അത് നമ്മളിനി വാഷ് ബേസും കൂടെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? സേഫായിട്ടിരിക്കല്ലേ, ഹാപ്പി ആയിട്ടിരിക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ യു.